അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരു ക്ഷാമകാലത്ത് അബ്ദുറഹ്മാന്റെ കച്ചവട വ്യൂഹം മദീനയിലെത്തി. ജനം തടിച്ചുകൂടി. 700 ഒട്ടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള അത്രയും കച്ചവട ചരക്കുകൾ ഉണ്ടായിരുന്നു അതിൽ. അതുകണ്ട് ആയിഷ ബീവി പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുട്ടുകുത്തിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതറിഞ്ഞ അബ്ദുറഹ്മാൻ താൻ കൊണ്ടുവന്ന ചരക്ക് മുഴുവൻ മദീനക്കാർക്ക് ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ മുടന്തിയൊന്നും പ്രവേശിച്ചാൽ പോരാ, നിവർന്നു തന്നെ പ്രവേശിക്കണം. അതായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഒരു പാറക്കഷ്ണമെടുത്ത് അദ്ദേഹം പൊക്കിയാൽ അതിനടിയിൽ സ്വർണവും വെള്ളിക്കട്ടിയും നിക്ഷേപിച്ചതായി കാണുമാർ അള്ളാഹു സമ്പത്ത് വാരിക്കോരി നൽകി പരീക്ഷിച്ച സ്വഹാബി. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിലെ സമ്പന്നൻ. മക്കയിലെ ധനാഢ്യനും ധർമ്മിഷ്ഠനുമായിരുന്നിട്ടും മുസ്ലിമായതോടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അബിസീനിയയിലേക്കും മദീനയിലേക്കും ഹിജ്റ പോകേണ്ടി വന്നു. മദീനയിൽ വെച്ച് അവിടുത്തെ ധനാഢ്യനും കച്ചവടക്കാരനുമായ സഅദ് ഇബ്നു റബീഅയെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അൻസ്വാരി സഹോദരനായി നബി തങ്ങൾ നിശ്ചയിച്ചത്. തന്റെ സ്വത്തിലും ജീവിത പങ്കാളികളിലും സഅദ് നൽകിയ വാഗ്ദാനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്നേഹപൂർവ്വം നിരസിച്ചു. മദീനയിലെ കമ്പോള സ്ഥലം തനിക്ക് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹവും തന്റെ കച്ചവട സാമർഥ്യവും കൊണ്ട് അബ്ദുറഹ്മാൻ വീണ്ടും ധനികനായി. സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനൊപ്പം അവ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും അദ്ദേഹം സൂക്ഷ്മാലുവായിരുന്നു. ദരിദ്രരായ സ്വഹാബികൾക്കും കുടുംബങ്ങൾക്കും നിർലോഭം സമ്പത്ത് ദാനം ചെയ്തു. യുദ്ധഫണ്ടിലേക്ക് വൻ വിഹിതങ്ങൾ നീക്കിവെച്ചു. ഒരിക്കൽ തന്റെ തോട്ടം വിറ്റുകിട്ടിയ തുക മുഴുവൻ വിധവകളായിരുന്ന പ്രവാചക പത്നിമാർക്കും തന്റെ കുടുംബത്തിനുമായി ദാനം ചെയ്തു. സമ്പന്നനായിരുന്നിട്ട് പോലും ബദറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സംഭാവന ചെയ്ത 400 ദിർഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈപ്പറ്റി. എന്നിട്ട് ഉസ്മാൻ ഇങ്ങനെ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്ത് കറയില്ലാത്തതും ഹലാലുമാകുന്നു. അതിൽ നിന്ന് ഓരോ പിടി ഭക്ഷണം പോലും ക്ഷേമവൃദ്ധിയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിലെത്തിയാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അല്പനേരം മൗനം അവലംബിക്കും. പിന്നെ കരഞ്ഞുകൊണ്ട് പറയും, നബി തങ്ങൾ വഫാത്തായി. അദ്ദേഹമോ കുടുംബാംഗങ്ങളോ ഒരിക്കലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല. തനിക്ക് ശേഷം ഖലീഫയെ തിരഞ്ഞെടുക്കാനായി ഉമർ നിയോഗിച്ച സംഘത്തിലെ പ്രമുഖനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഹിജ്റ 31 നിര്യാതനായി.